വെൽക്കം ടു നവജ്യോതി കോളേജ്. ഇന്ന് നവജ്യോതി കോളേജിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്ന് നമ്മുടെ ഗ്രാജുവേഷൻ ഡേ ആണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നല്ല, കേരളത്തിലെ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കുന്ന കോളേജുകളിലെ മികച്ച ഒരു കോളേജാണ് നവജ്യോതി കോളേജ്. അപ്പോൾ ഈ ഒരു ഫാമിലിയിലെ നമുക്കറിയില്ലാത്ത ഒരുപാട് കഥകൾ ഇവർക്ക് പറയാനുണ്ടാവും. അപ്പൊ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. മൈ നെയിം ഈസ് സൈന ജോൺ, BBA തേർഡ് ഇയർ. എന്റെ പേര് ജോമരിയ. ഐ ആം ഫ്രം BA ഇംഗ്ലീഷ് തേർഡ് ഇയർ. എന്താണ് ഗ്രാജുവേഷൻ ഡേയിൽ എത്തി നിൽക്കുമ്പോൾ തോന്നുന്നത്? വളരെ ഹാപ്പി ഉണ്ട്. ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഈ 3 വർഷം വെയിറ്റ് ചെയ്യാനുള്ള റിസൾട്ട് ഇപ്പോൾ കിട്ടി. വെരി ഹാപ്പി. നവജ്യോതി കോളേജിനെ ഒറ്റ വാക്കി ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ? ഒറ്റ വാക്കിൽ അടിപൊളി. നവജ്യോതി പഠിച്ചതിൽ ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഗ്രാജുവേഷനോട് കിട്ടുമ്പോൾ ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. എന്താ, എനിക്കൊരു നല്ല കംഫർട്ട് സോണാണ്, ഒരു സെക്കൻഡ് ഹോം പോലെ ഫീൽ ചെയ്യുന്ന സ്ഥലമാണ് നവജ്യോതി കോളേജ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ നല്ലതെന്ന് പറഞ്ഞാൽ ഈ മലയോര മേഖലയിലെ ഏറ്റവും ഒരു അടിപൊളി കോളേജാണ് നവജ്യോതി. നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റിനും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നവജ്യോതി. ഹായ് ചേട്ടാ. ഈ ഒരു ഗ്രാജുവേഷൻ ഡേയിൽ എത്തിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? നല്ലൊരു അനുഭവമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഗ്രാജുവേഷൻ വരുന്നത്. അതെനിക്കൊരു നല്ല അനുഭവമായിട്ട് തോന്നുന്നുണ്ട്. അവനോട് BCA പഠിച്ചുകൊണ്ടിരുന്നത്. അവനിപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേനും A+ലേക്ക് എത്തി. നല്ല പഠിപ്പിലാണ്. എല്ലാം കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. കോളേജിനെ പറ്റി നല്ല അഭിപ്രായം, നല്ല അധ്യാപകര്, എല്ലാം നല്ല പിള്ളേരോടാണെങ്കിലും എന്താ തോന്നുന്നത്? നല്ലൊരു സന്തോഷമാണ് തോന്നുന്നത്. നവജ്യോതി കോളേജ് സെലക്ട് ചെയ്തതിന്റെ കാര്യം എന്താ? പിന്നെ നല്ല കോളേജ് അതിങ്ങനെ കേട്ടു. അങ്ങനെ മോനും ഇവിടെ പോന്നു പറഞ്ഞു. നല്ല കോളേജ് ആയതുകൊണ്ട് ഇങ്ങോട്ട് വിട്ടു. ഇവിടെ പഠിച്ചിട്ട് 3 വർഷം പഠിച്ചു. നല്ല ഇടപെടലും എന്ന് വെച്ചാൽ നല്ല സ്വീകരണവും ടീച്ചേഴ്സും സാറുമാരെല്ലാം നല്ല ഇടപെടലായിരുന്നു. നല്ല കോളേജാണ്. എൻ്റെ മോനിപ്പം BCA ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു. ടോപ്പറായിട്ട് ഇതിൽ വിജയിച്ചു. അതിൽ ഞങ്ങളെല്ലാം അഭിമാനിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ഞങ്ങൾ വന്നു. വലിയ സന്തോഷം. കാരണം നമ്മുടെ ഒരു മക്കളുടെ ഒരു 2-3 വർഷത്തെ കഠിനാധ്വാനത്തിനൊരു ഫലം കിട്ടുകയാണല്ലോ. റാങ്കിങ് ഇല്ല, നല്ല അച്ചടക്കമുള്ള നല്ല കോളേജാണ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ ഇതുപോലെ നല്ല അച്ചടക്കവും നല്ല ഇതുള്ള ഒരു കോളേജ് വേറെ ഇല്ലല്ലോ. അതുപോലെ ഞങ്ങളുടെ പിള്ളേരെല്ലാം ഇവിടെ ചേർത്തിരിക്കുന്നു. നവജ്യോതി കോളേജ് ഒരു ഫാമിലി ആണെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. ഈ കോളേജിൽ ഇന്ന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ ആൾക്കാരെ മെമ്മറീസ് എന്തായാലും നല്ലതായിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ വേറൊരു കോളേജായിരുന്നു, പിന്നെയാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നത്. അത് നല്ലൊരു ഡിസിഷനായി തോന്നുന്നുണ്ട്. ഇത് നല്ല പഠിപ്പീരാണ്, പിന്നെ അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ പാരൻസിനും കൂടുതൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് നവജ്യോതി ഇവിടുന്ന് പോകുമ്പോൾ ഭയങ്കര ഇമോഷനാണ്. ഇവിടുത്തെ ഫാക്കൽറ്റീസും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതുപോലത്തെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും നല്ലതാണ്. പിന്നെ ആസ് എ സെക്കൻഡ് ഹോം ഫോർ മീ. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു കോളേജിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് ആ സ്വപ്ന സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. വളരെ സുന്ദരമായിട്ടുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള ഈ ഗ്രാജുവേഷൻ ഡേക്ക് എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. നവജ്യോതി കോളേജ് വളരെ നല്ല കോളേജാണ്. വളരെ നല്ല അനുഭവമായിരുന്നു.
കോളേജിൽ വളരെ ചിട്ടയായിട്ട് ഈ ഗ്രാജുവേഷൻ ഡേ ഓർഗനൈസ് ചെയ്തിരുന്നു. പിന്നെ കുട്ടികളുടെ ഉത്സാഹവും കുട്ടികളുടെ ഒരു സന്തോഷവും രക്ഷകർത്താക്കളുടെ സാന്നിധ്യവും എല്ലാം കൊണ്ടും പ്രോഗ്രാം വളരെ ഗംഭീരമായി. One of the beautiful programs that I attended. വളരെ നന്നായി ഇതിനെ ഓർഗനൈസ് ചെയ്തു. ഈവൻ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, പേരൻസ് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു സർ. ഹായ്, എൻ്റെ പേര് അഭിഷേക് തോമസ്. ഞാൻ 22-25 BBA ബാച്ചാണ്. അപ്പം ഞാൻ ഒരിക്കലും ഒരു ഡിഗ്രി പെർസ്യൂ ചെയ്യും എന്ന് എടുത്തു വന്ന ഒരാളൊന്നുമല്ല. സോ ഓരോരോ സിറ്റുവേഷൻ മൂലം ഡിഗ്രി എടുത്ത ഒരാളാണ്. ദെൻ ഇവിടെ വന്നതിന് ശേഷം എനിക്കൊരു ഡിഗ്രിയുടെ പ്രാധാന്യം എന്താണെന്ന് കറക്റ്റ് മനസ്സിലായി. സോ എനിക്ക് ഒന്നാമത് ഞാനൊരു IT കംപ്ലീറ്റ് ചെയ്ത് വന്നൊരു വ്യക്തിയാണ്. സോ എനിക്ക് പ്രാക്ടിക്കൽ നോളജിലാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ അധ്യാപകർ, ടീച്ചേഴ്സ്, അതുപോലെ തന്നെ മറ്റ് ഫാക്കൽറ്റീസ് എല്ലാം എനിക്ക് എഡ്യൂക്കേഷനിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഇത് ഏതൊക്കെ രീതിയിൽ പഠിച്ചാലും എങ്ങനെ ഉണ്ടാവുന്നുണ്ട്, അത് സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഇന്ന് ഈ ഗ്രാജുവേഷൻ രീതിയിൽ നിൽക്കുമ്പം ഐ എം വെരി പ്രൗഡ് ആൻഡ് ഞാൻ വളരെ ഹാപ്പി മൊമെൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് ടു നവജ്യോതി. ഹായ്, ഹലോ. എൻ്റെ പേര് ബ്രിജേഷ് സെബാസ്റ്റ്യൻ. ഞാൻ 2022-25 BCA പാസ് ഔട്ട് ബാച്ചാണ്. അപ്പം ഈ കോളേജിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആക്ച്വലി ഞാൻ ഈ ഫസ്റ്റ് ടൈം ഈ കോളേജിലേക്ക് വരുമ്പോൾ എനിക്ക് ഡിഗ്രിയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ചിലരുടെ നിർബന്ധം മൂലം എടുത്തെന്നും പറയാം. പിന്നെ കമ്പ്യൂട്ടറിനോട് ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ആക്ച്വലി BCA എടുത്തത്. അപ്പം എടുത്തു കഴിഞ്ഞിട്ടാണ് എന്താണ് BCA, എന്താണ് കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് മനസ്സിലായത്. ഇവിടെയുള്ള ഫാക്കൽറ്റീസ്, ടീച്ചേഴ്സ്, സ്റ്റാഫ്സ് അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിട്ട് കൂടെ നിന്നുകൊണ്ട് ഇപ്പോൾ എനിക്ക് വളരെ മികച്ചൊരു ഇന്റേൺഷിപ്പിൽ എത്തി നിൽക്കാൻ കഴിയുന്നു. അപ്പം ഇന്റേൺഷിപ്പ് ഞാൻ ഈ മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. വളരെ മികച്ച രീതിയിൽ ഇന്റേൺഷിപ്പും അതോടൊപ്പം ഗ്രാജുവേഷൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അത് ഈ കോളേജിൻ്റെ ഒരു വലിയൊരു കാര്യമാണ്. ഈ കോളേജിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ എടുക്കാൻ കഴിഞ്ഞത്. ഹായ്, ഐ എം അക്ഷയ് വർഗീസ് ബിജു. നവജ്യോതി കോളേജ് ചെറുപുഴയിലെ BCA ഡിപ്പാർട്ട്മെൻറ്റ് 2022-25 പാസ് ഔട്ടാണ്. ഞാനിവിടെ +2 കഴിഞ്ഞിട്ട് ഞാൻ 17 പാസ് ഔട്ടാണ്. അതിനുശേഷം ഞാൻ ഒരു ഡിപ്ലോമ കോഴ്സ് 3 ഇയർ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 1 ഇയർ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഈ +2 കഴിഞ്ഞപ്പോഴത്തേക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനോട് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ BCA ഞാൻ ഒരു ചലഞ്ചായിട്ട് ഞാൻ എടുത്ത് ഇങ്ങോട്ട് വരുമായിരുന്നു ചെയ്തത്. പക്ഷേ അത് വന്നതിന് ശേഷം ഞാൻ ഇവിടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എനിക്ക് വളരെ ഇഷ്ടമായി. ഭയങ്കരമായിട്ട് നല്ല സപ്പോർട്ടീവായിട്ട് നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആ ഒരു പഴയ ഒരു പേടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സപ്പോർട്ടിങ് ഇപ്പോൾ പഠിപ്പിക്കുന്ന ആ ഒരു രീതി, ടീച്ചിങ് മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ ഈസി ആയിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്തത്, നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് എൻ്റെ അക്കാദമിക് ഇവിടുത്തെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. താങ്ക് യു നവജ്യോതി കോളേജ്. ഒരു +1 +2 10 കഴിഞ്ഞിട്ട് +1 +2 എന്ന 2 വർഷത്തെ ഓൺലൈൻ ക്ലാസ്സിന് ശേഷം 90% മാർക്ക് നോക്കിയിരുന്ന ഒരു ഗവൺമെൻറ് കോളേജിൽ കാത്തിരുന്ന് എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ നവജ്യോതി കിട്ടി. ബാക്കി 3 അലോട്ട്മെൻറ്റ് ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ നവജ്യോതി എന്നെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ നവജ്യോതിയിലേക്ക് വന്നു. ഫസ്റ്റ് 2 സെം എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. പാസ്സായി. ഫസ്റ്റ് ഗ്രാജുവേഷൻ സെറമണി കണ്ടു, ഇഷ്ടപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് ആ ഗ്രാജുവേഷൻ സെറമണിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ആ കഴിഞ്ഞ 2ാമത്തെ ഇയർ കയറിയപ്പോൾ തൊട്ട് എൻ്റെ ലൈഫ് തന്നെ ചേഞ്ചായി. ഒത്തിരിയേറെ ഓപ്പർച്യൂണിറ്റികളാണ് എനിക്ക് കിട്ടിയത്. യൂണിവേഴ്സിറ്റി കലോത്സവം, കണ്ണൂർ ലിറ്ററേച്ചർ ഫെസ്റ്റ്, അതേപോലെ തന്നെ വിമൽ ജ്യോതി. ഇതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് MBAക്ക് വിമൽ ജ്യോതി പോയപ്പോൾ അവിടെ ഫസ്റ്റ് ഡേ പ്രോഗ്രാമിന് അവർ കാണിച്ച അവിടെ കർമാന്തയുടെ പ്രോഗ്രാമാണ്. അവിടെ ഞാൻ എൻ്റെ ഫോട്ടോ ക്ലിയർ ആയിട്ട് മറ്റുള്ളവർക്ക് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഒത്തിരിയേറെ ഓപ്പർച്യൂണിറ്റികൾ എനിക്ക് നവജ്യോതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്ലി ആയിട്ട് ടീച്ചേഴ്സ്, നല്ലൊരു ക്ലാസ്, ഒത്തിരിയേറെ ക്രെഡിറ്റ് എനിക്ക് ഈ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഹായ്, ഞാൻ മുഹമ്മദ് മിനഹാജ്. നവജ്യോതി കോളേജിൽ 2022-25 BA ഇംഗ്ലീഷ് ബാച്ചിൽ പഠിച്ചിറങ്ങിയതാണ്. ഞാൻ നവജ്യോതി കോളേജിലേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അപ്രതീക്ഷിതമായ വരവായിരുന്നു. കാരണം ഞാൻ വേറെ കോളേജിൽ സീറ്റ് എടുക്കുകയും പല കാരണത്താൽ അങ്ങോട്ട് പോകാൻ പറ്റാതെയാണ് നവജ്യോതിയിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഒരു 1 ഇയർ ജസ്റ്റ് സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു മൊമെൻ്റൊക്കെ സ്പെൻഡ് ചെയ്ത് ക്യാമ്പസ് ലൈഫ് ആസ്വദിച്ച് മറ്റൊരിടത്തേക്ക് തന്നെ തിരിച്ചു പോകാം, അല്ലെങ്കിൽ വേറൊരു കോളേജ് ചൂസ് ചെയ്യാന്നുള്ള രീതിയിൽ നിന്നായിരുന്നു. കാരണം എൻ്റെ വീട് ഭയങ്കര അടുത്താണ്. അപ്പോൾ ഒരു വീട് അടുത്താകുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒരു ആൺകുട്ടിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ കയറി അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. അങ്ങനെ ഞാൻ പോകാണ്ട് നിർത്തുന്നതാണ്. എന്താ പറയുക, എൻ്റെ +2 കാലഘട്ടം കഴിഞ്ഞ് ഞാൻ വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ചിന്താശേഷിയും അല്ലെങ്കിൽ എൻ്റെ വായനാശേഷിയൊക്കെ ഏകദേശം മരിച്ച രീതിയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പം കുറച്ച് മടുപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അതിനൊക്കെ എനിക്ക് റിക്കവർ ചെയ്ത് തരുന്നു എന്ന് പറയാം. കാരണം
നവജ്യോതിയെ പറ്റി പറയുമ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്, ഇവിടെ നമ്മളെ കുറ്റപ്പെടുത്തലുകളല്ല, നമ്മുടെ തെറ്റുകൾ ഏറ്റവും മനോഹരമായി തിരുത്തി തരുന്നൊരു അധ്യാപകർ ഇവിടെ ഉണ്ട്. അവർ തന്നെയാണ് ശരിക്കും എന്നെ ഈ ഒരു ഇയർ എന്നുള്ള ചിന്താഗതി നിന്നിപ്പം 3 ഇയർ കഴിഞ്ഞപ്പോൾ ഗ്രാജുവേറ്റ് ആകുമ്പം എനിക്കിതാക്കാനുള്ളത്. കാരണം ഏറെ നന്ദിയുണ്ട് അവരോട്. ഒരിക്കലും ഒരു 3 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തന്നെ എന്നെ ഒരു യുവ സംവാദം എന്നൊരു പ്രോഗ്രാമിലേക്ക് ഇവിടുന്ന് സംവാദ പരിപാടിയാണെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ എത്തുമ്പോഴേക്ക് ഒരു ക്യൂസ് പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാമിലൂടെയാണ് പിന്നീട് ഞാൻ നവജ്യോതിയുടെ ഒരു ഭാഗം തന്നെ ആയി, ആസ് എ പാർട്ടായി, നമ്മുടെ ഫാമിലിയായി. പല രീതിയിലും നവജ്യോതിയുടെ ഒരു ഭാഗമായിട്ട് കോളേജ് ചെയർമാനാകാൻ സാധിച്ചു. അതേപോലെ തന്നെ പല ഫെസ്റ്റുകളിൽ കോളേജിനെ പ്രതികരിച്ച് പോകാൻ വേണ്ടി പറ്റി, സ്പീക്ക് ഫോർ ഇന്ത്യയിൽ പ്രതികരിച്ച് പോകാൻ വേണ്ടി പറ്റി. അങ്ങനെ ഒട്ടനവധി അവസരങ്ങളാണ് നവജ്യോതി എനിക്ക് വെച്ച് നീട്ടിയിട്ടുണ്ടായത്. ഞാനെല്ലാം സ്വീകരിച്ചു. അതെനിക്ക് ഏറെ മനോഹരമായൊരു അധ്യയന വർഷം, 3 വർഷം നൽകി. ഇപ്പോൾ ഇത് കഴിഞ്ഞിറങ്ങുമ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനിയുള്ള കോളേജ് ഇതേപോലെ ആയിരിക്കുമെന്ന് അറിയാൻ വേണ്ടി. കാരണം ഞാൻ അത്രത്തോളം ഇനി എൻ്റെ ക്യാമ്പസുകൾ, എൻ്റെ ക്ലാസ്സിൽ എൻ്റെ അധ്യാപകരൊക്കെ ഞാൻ മിസ് ചെയ്യും. ഇതിൽ ഭയങ്കര താങ്ക്ഫുള്ളാണ് അത് ഇവിടുത്തെ മാനേജ്മെൻറ്റ്. എനിക്കിവിടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും പേര് പറയേണ്ടി വരും. കാരണം അവർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താ പറയുക, ഓരോ ടീച്ചേഴ്സ് ഓരോരുത്തരും ആ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് പഠിക്കുന്ന കാര്യത്തിലായാലും മറ്റേതെങ്കിലും മാനസികാവസ്ഥയുടെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി എന്തെങ്കിലും വയ്യാത്ത സമയത്താണെങ്കിലും, ഏത് രീതിയിലും നമ്മളെ ഫ്രണ്ട്സ് ആണെങ്കിലും ടീച്ചേഴ്സും നമ്മൾ അതേപോലെ ഫ്രണ്ട്ലി ആയിട്ട് ഫ്രണ്ട്സായി തന്നെ നമ്മളെ കൂടെ നിൽക്കായിരുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട് നവജ്യോതിയോട് തന്നെ. പിന്നെ നമ്മുടെ പ്രിൻസിപ്പളിനെ പറ്റി നമുക്ക് വെച്ചാൽ, ഞാനിപ്പോൾ പ്രിൻസിപ്പളിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഡയറക്ടറെ പറ്റിയും ബർസാറിനെ പറ്റി, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ HODമാരെ പറ്റി എല്ലാവരെയും പറ്റി പറയേണ്ടി വരും. എനിക്ക് അത്രത്തോളം ഭയങ്കര വൈകാരികമാണ് നവജ്യോതി എന്ന് പറയുന്നത്. ഈ കോളേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ തന്നെ ഏറ്റവും നല്ലൊരു ഡിസിഷൻ ഞാൻ എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നത് നവജ്യോതി കോളേജിൽ ചേർന്നു എന്നുള്ളൊരു കാര്യമാണ്. ഒരു പേരൻസിൻ്റെ പ്രഷർ കാരണമാണ് ഇനീഷ്യലി നവജ്യോതിയിലേക്ക് വന്നതെങ്കിൽ പോലും പിന്നീട് ഓൾമോസ്റ്റ് ഒരു 6 മന്ത്സിന് ശേഷമായി കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ് നവജ്യോതി എന്നും ഇതിലൊരു ഭാഗമായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ നിരവധിയായിട്ടുള്ള സെല്ലുകൾ, NSS, സൈനറ്റോൾ, സ്റ്റുഡൻറ്റ് IQSC, ടൂറിസം ക്ലബ്ബ്, അത്തരത്തിലുള്ള നിരവധി സെല്ലുകളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കോളേജ് ഇലക്ഷനിൽ മത്സരിക്കുകയും പിന്നീട് UUC ആവുകയും പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹിയെല്ലാം ആവുന്ന സമയത്ത് പോലും അതിനെല്ലാം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എനർജി എല്ലാ കാലത്തും നൽകിയിട്ടുള്ളത് ഈ നവജ്യോതിയുടെ മണ്ണ് തന്നെയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എവിടെയെങ്കിലും പോയി സംസാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും അത് നവജ്യോതിയിൽ നിന്ന് ലഭിച്ച കരുത്തിൻ്റെ ഫലമായിട്ടാണെന്ന് മാത്രമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും വളരെയധികം ഫ്രണ്ട്ലി ആയി കുട്ടികളോട് ഇടപെടുന്ന ഫാക്കൽറ്റീസാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആണെങ്കിൽ പോലും ആ ചാപ്റ്റേഴ്സ് വീണ്ടും ഈവനിങ് ടൈമിൽ ഉൾപ്പെടെ അവരുടെ ടൈം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഫാക്കൽറ്റീസാണ് ഇവിടെ ഉള്ളത്. എപ്പോഴും അവർ കുട്ടികളുടെ ബെറ്റർ റിസൾട്ട്, കുട്ടികളുടെ ബെറ്റർ പേഴ്സണാലിറ്റി, നമ്മളെങ്ങനെ ബെറ്റർ പേഴ്സൺ ആക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് നവജ്യോതിയിൽ പ്രധാനമായിട്ടും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്ലേസ്മെൻ്റ് ആണെങ്കിലും കരിയർ ഗൈഡൻസിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകളാണെങ്കിലും നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നവജ്യോതിയിൽ നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ റീസെൻ്റ്ലി നടന്നിട്ടുള്ള ഇൻ്റർ കോളേജിയേറ്റ് ഡാൻസ് ഫെസ്റ്റ്, അതുപോലെ നമ്മുടെ മിക്ക കോളേജുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല രീതിയിലേക്ക് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നവജ്യോതിക്ക് കഴിയുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമ്മുടെ ഈ മലയോരത്ത് തന്നെ ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നതിൻ്റെ ഒരു അപര്യാപ്തത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അഫോർഡബിൾ ആയിക്കൊണ്ട് എല്ലാ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, മെയിൻലി ഈ മലയോരത്ത് താമസിക്കുന്ന എല്ലാം തന്നെ ഏതെങ്കിലും കർഷകരായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ദിവസവേതനക്കാരോ ആയിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ അവരുടെ എല്ലാ മക്കൾക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നവജ്യോതി ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവരുടെ ആശയങ്ങൾക്കും അതുപോലെ അവർ ഏറ്റെടുത്തിരിക്കുന്ന ഈ വലിയ ദൗത്യത്തിനും ഒരുപാട് ആശംസകൾ തരികയാണ്. തീർച്ചയായും മറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളെല്ലാം തന്നെ ഇപ്പോൾ 4 ഇയർ UG കോഴ്സ് വരുന്ന സമയത്ത് വലിയൊരു പ്രതിസന്ധി നേരിടുന്ന സമയത്തും നവജ്യോതിയിലേക്ക് കുട്ടികൾ ഒഴുകി വരുന്നതിൻ്റെ കാരണവും ഇത്തരത്തിലുള്ള ഈ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ക്യാമ്പസും അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റും മറ്റുള്ള ഫ്രീഡം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു 5 വർഷത്തിന് ശേഷം ഞാൻ ഈ കോളേജിനെ നോക്കിക്കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡേൺ ആയിട്ടുള്ള നിരവധിയായിട്ടുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു 1000കണക്കിന് സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ഓട്ടോണമസ് സ്ഥാപനമായിട്ട് നവജ്യോതി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അന്നും ഇന്നും എല്ലാം എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും, ഐ എം എ പ്രൗഡ് അലുമിനി ഓഫ് നവജ്യോതി. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ജോസഫ്. ഞാൻ 2022-25 ബാച്ചിലെ നവജ്യോതി കോളേജിലെ BBA സ്റ്റുഡൻ്റ് ആണ്. +2-ന് ശേഷം നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ആയിരിക്കുമല്ലോ, ഏത് കോളേജ് ചൂസ് ചെയ്യും, എന്തെടുക്കും, അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് എനിക്ക് നവജ്യോതി ഞാൻ കാണുന്നത്. അപ്പം ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്കൊരു പേടി ഉണ്ടാകും, വരാൻ നേരത്ത് റാഗിങ്, രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്വാധീനം, അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മൾ ആലോചിക്കും നമ്മുടെ മനസ്സിൽ. എങ്കിലും ഇവിടെ എത്തിയതിന് ശേഷം അങ്ങനെ ഒരു റാഗിങ്ങോ
രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സ്വാധീനം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ഡയറക്ടറേഷൻ നേരത്തെ അത് മാനത്താണ് നമ്മൾ മനസ്സിൽ കാണുമ്പം. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു എൻജോയ് ചെയ്തിട്ടുള്ള ഒരു 3 വർഷമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പുതിയതായിട്ട് വരുന്ന പിള്ളേരോടും അവരോടും എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും നിങ്ങൾക്കിത്. ഒരിക്കലും ഒരു നഷ്ടം ഇതിൽ ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു നഷ്ടബോധം നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരത്തില്ല. ഈ പ്രൗഡ് മൂമെൻറ്റിൽ നിൽക്കുന്ന എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറയുന്നത്. എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ക്ലബ്ബുകളെ പറ്റിയിട്ടാണ്. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഏറ്റവും അനുയോജ്യമായ ക്ലബ്ബുകളാണ് ഇവിടെ ഉള്ളത്. ആൽഫ മാനേജ്മെൻറ്റ് ക്ലബ്ബ്, ടൂറിസം ക്ലബ്ബ്, മീഡിയ ക്ലബ്ബ്, അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലബ്ബാണ്. ടൂറിസം ക്ലബ്ബിലൊക്കെ നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റും. മീഡിയ ക്ലബ്ബിൽ ചേർന്നതിന് ശേഷമാണ് ഞാൻ ഫോട്ടോഗ്രാഫിയൊക്കെ പഠിക്കുന്നത്. ഇവിടുത്തെ ഒരു ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാണ് ഞാൻ ഈ 3 വർഷം. അതിലെനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ 2ാം സ്ഥാനം നേടാനൊക്കെ സാധിച്ചു. പിന്നെ ലാസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് എക്സാമിന് ടൈം ആയപ്പോഴത്തേക്ക് എൻ്റെ കാലൊന്നും ഇവിടുന്ന് വീണ് ഫ്രാക്ചർ ആവുകയുണ്ടായി. ആ ടൈമിൽ ടീച്ചേഴ്സൊക്കെ തന്ന ഒരു സപ്പോർട്ട് എനിക്കത് വളരെ വലുതാണ്. ഏകദേശം ഒരു 12 സപ്ലിയോളം ഞാനിവിടെ സെക്കൻഡ് ഇയർ ആയപ്പോൾ തന്നെ എനിക്കുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ആയപ്പോൾ ഇന്ന് ഈ ഗ്രാജുവേഷൻ ഡേയിൽ ഞാനതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതിൽ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു വലിയ സപ്പോർട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഓൾ. ഹായ്, എൻ്റെ പേര് വൈഷ്ണു CK. ഞാൻ ഇവിടുത്തെ BCA ഗ്രാജുവേറ്റ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം കോളേജിൽ ജോയിൻ ചെയ്ത് ഇതായിരുന്നില്ല, വേറൊരു കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യല്ലേ ഒരു കോളേജിനെ പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ നല്ലായിരുന്നു ഇവിടെ വന്നേ. പിന്നെ വന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാരായാലും നമ്മളെ സൗകര്യങ്ങളായാലും അത്രയും ക്ലോസ്ഡ് ഹാർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അന്ന് ഇങ്ങോട്ട് വരാൻ തോന്നിയത് നല്ലൊരു ഫീലായിട്ട്, നല്ലൊരു തീരുമാനമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എന്തായാലും ഇവിടുന്ന് ഗ്രാജുവേറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ഇവരെല്ലാവരും ഓർക്കും ഇങ്ങോട്ട് വരാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കും. ഹായ്, എൻ്റെ പേര് വൈശാലി രവീന്ദ്രൻ. ഞാൻ BA എക്കണോമിക്സ് ഗ്രാജുവേറ്റ് ചെയ്ത് ഈ വർഷം ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം +2 കഴിഞ്ഞപ്പം എനിക്ക് എന്നെ എടുക്കേണ്ടതെന്നൊരു പിടുത്തമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കസിനാണ് ഈ കോളേജ് എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരുമെന്ന് പറഞ്ഞത്. അപ്പം +2 കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് നവജ്യോതി കോളേജിൽ വന്ന് ചേരുവത്. ഇവിടെ വന്നപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സ്റ്റേജ് ഫിയർ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്നെ ഫർദറായിട്ട് ചെയ്യേണ്ടത്, ഫ്യൂച്ചറിൽ എന്നെ ആവേണ്ടതെന്നൊന്നും എനിക്ക് അത്ര ഉറപ്പില്ലായിരുന്നു. ഇവിടെ വന്ന് ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസ് എല്ലാ ക്ലാസ്സൊക്കെ കേട്ടപ്പം എങ്ങനെ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയും, കൂടാതെ തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള എക്കണോമിക്സിൽ ഞങ്ങൾക്ക് കുറേ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തു. അതിലൂടെ എനിക്ക് കുറേ കൂടെ സ്റ്റേജ് ഫിയേഴ്സ് ഒക്കെ ഓവർകം ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എൻ്റെ അക്കാദമിക്സ് കാര്യങ്ങളിലാണെങ്കിലും ടീച്ചേഴ്സ് നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഈ വർഷത്തെ BA എക്കണോമിക്സിൽ 3rd റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറുകളിലും എനിക്ക് പോസ്റ്റർ മേക്കിങ്ങിന് ഫസ്റ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തലത്തിൽ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പം എൻവയോൺമെൻ്റ് ആണെങ്കിലും സറൗണ്ടിങ്സ് ആണെങ്കിലും നല്ലൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നവജ്യോതി ഇസ് ദ ബെസ്റ്റ് ചോയ്സ്. നവജ്യോതിയുടെ കഥകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. നവജ്യോതിയുടെ ചരിത്രം ഇനിയും ഞങ്ങളിലൂടെ തുടരും. വരും വർഷമെല്ലാം നവജ്യോതിക്ക് പ്രൗഢഗംഭീരമായ വർഷമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഐ എം സാന ജോൺ. I'm Dominic Stanley. We are signing out. Bye bye.